ക്രിസ്തുമസ് കാലം എത്തിയിട്ടും ദുരിതക്കയത്തിൽ നിന്ന് കരകയറാൻ കഴിയാതെ ആലപ്പുഴയിലെ താറാവ് കർഷകർ. താറാവുകളെ വളർത്തുന്നതിനുള്ള വിലക്ക് തുടരുന്നതിനാൽ കടക്കിണിയിലാണ് കർഷകർ. പക്ഷിപ്പനിയെ തുടർന്ന് 8 മാസം മുൻപ് കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചതോടെയാണ് താറാവ് കർഷകർക്ക് തിരിച്ചടിയായത്. 8 മാസം മുൻപ് 10,000-കണക്കിന് താറാവുകളെ പക്ഷിപ്പനിയുടെ പേരിൽ കൊന്നൊടുക്കി. കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ നഷ്ടപരിഹാരം ഇനിയും ലഭ്യമായിട്ടില്ല. തുളസി എന്ന കർഷകന്റെ മാത്രം 8,723 താറാവുകളെയാണ് കൊന്നൊടുക്കിയത്. പ്രധാന വെല്ലുവിളി നമുക്ക് തൊഴിലില്ലാതായിപ്പോയി. സർക്കാർ പറഞ്ഞ് ഈ താറാവുകളെ ഡിസംബർ 30 വരെ താറാവിനെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ പരിപാടികളെല്ലാം കുഴഞ്ഞ് കൊണ്ടായിരുന്ന താറാവിനെ സർക്കാർ കൊന്നു. ഈ സീസൺ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, കടവാണേലും ഇടവാണേലും മേടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കടത്തെ പറ്റിയുള്ള ഒരു ടെൻഷൻ അടിക്കത്തില്ല. അപ്പോൾ അത് ആരോടെങ്കിലും തന്ന് സഹായിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ആദ്യം 250 രൂപയാണ് താറാവിന് നൽകുമെന്ന് പറഞ്ഞിരുന്നത്. പിന്നീടത് 200 രൂപയാക്കി ചുരുക്കി. തുടർന്ന് താറാവുകളെ വളർത്തുന്നതിനും ജില്ലയിൽ വിലക്കേർപ്പെടുത്തി. ഇതോടെ വരുമാനമാർഗം നിലച്ച കർഷകർ കടക്കെണിയിലാണ്. കള്ളിങ് നടത്തുമ്പോൾ നഷ്ടപരിഹാരം ഉടൻ തന്നെ കിട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കള്ളിങ് നടത്തി ഇപ്പോൾ 8 മാസക്കാലമായി ഈ കള്ളിങ് നടത്തിയിട്ട്. 10 പൈസ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ 5-6 ശമ്പളക്കാരുമൊക്കെ ആയിട്ട് നിന്ന് ഒരു ശമ്പളക്കാരന് 32,000 രൂപ ശമ്പളം ഇപ്പം ഒരു താറാവിനെ നോക്കാൻ നിർത്തിയിരിക്കുന്ന ആളിന്. ഈ ശമ്പള പൈസ എല്ലാം കയ്യിൽ നിന്ന് കാശ് മുടക്കി നാട്ടുകാരോടും കൂട്ടത്തിലുള്ളവരും ഒക്കെ തന്ന് സഹായിച്ച ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സഹായം വൈകുന്നതാണ് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് തടസ്സമെന്നാണ് അധികൃതരുടെ മറുപടി. താറാവ് വളർത്തൽ നിന്നതോടെ ക്രിസ്മസിനടക്കം ജില്ലയിൽ താറാവ് ലഭിക്കാത്ത അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ നിന്ന് താറാവുകളെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഗണ്യമായ കുറവ് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഇതോടെ 300 രൂപയായിരുന്ന താറാവിറച്ചി വില 400 കടന്ന് കുതിക്കുകയാണ്. നഷ്ടപരിഹാരം നൽകി കടക്കെണിയിൽ നിന്ന് കരകയറ്റണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.